നമുക്ക് ഒരു നമ്മുടെ കുതിരവട്ടം മെന്റൽ ഹെൽത്ത് സെന്ററിലേക്ക് പോകാം. കുറച്ച് മെഡിക്കൽ സ്റ്റുഡൻസ് അവിടെ പോസ്റ്റിങ്ങിന് പോയിരിക്കുകയാണ്. ഒരു അത്ര ക്രിട്ടിക്കൽ വാർഡൊന്നുമല്ല. ഒരു വാർഡില് അതായത് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നും വന്നിട്ട് കുറച്ച് കെയർ നോട്ടീസ് ചെയ്യേണ്ട ആളുകളെ ആണ് അവിടെ ഉള്ളത്. ലേഡീസിന്റെ വാർഡാണ്. അവിടെ ഈ സ്റ്റുഡൻസ് ഫസ്റ്റ് പോകുന്ന ദിവസമാണ്. അപ്പോ അവരവിടെ കുറച്ച് പേഷ്യൻസ് അവിടെ കുറച്ച് ആക്ടിവിറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. അവരങ്ങനെ എൻഗേജ് ആയിക്കൊണ്ടിരിക്കും. അവരങ്ങനെ പലപ്പോഴും വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ അവർക്കിങ്ങനെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അവർ ഗെയിമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സമയത്ത് ഈ സ്റ്റുഡൻസ് അവിടെ ചെല്ലുന്ന ആ സമയത്ത് അവിടെ ഒരാളുണ്ട്. അവരുടെ വേഷം എന്ന് പറയുന്നത് ഷർട്ടും പാന്റും ആണ്. പാൻസും ഇട്ട് അവരൊരു ഹെയർ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. മറ്റേ ചെറുതാക്കി കണ്ടു കഴിഞ്ഞാല് ഒരു മെയിലിന്റെ ഒരു സ്റ്റൈലാണ്. നൃത്തവും ഭാവവും ഒക്കെ ആണ് എങ്ങനെയാണോ നിൽക്കുന്നത് ആ ഒരു രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ ഈ സ്റ്റുഡൻസ് ഇവര് ചെയ്യുന്ന ആക്ടിവിറ്റിയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തി നമ്മൾ പറഞ്ഞ നമ്മുടെ ആദ്യത്തെ ഈ കഥാപാത്രം അവര് എന്നിട്ട് ഈ ഒരു ഇങ്ങനെ നമുക്ക് കാണാം ചുറ്റും ഇങ്ങനെ ഗ്രില്ല് പോലെയാണ്. അതങ്ങ് ക്ലോസ് ചെയ്ത് ഇവര് ഫസ്റ്റ് ചെല്ലുന്ന കുട്ടികളല്ലേ, ഫസ്റ്റ് എക്സ്പോഷർ ആണ് ഇത്രയും വലിയൊരു ഇതിൽ അവർക്ക് കിട്ടുന്നത്. ആദ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിലേക്ക് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇവർ എത്തുന്നത് ഫസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവര് വല്ലാണ്ട് പേടിച്ചുപോയി. അപ്പോ ഇവര് ഇങ്ങനെ ഒച്ച വെച്ചു. അങ്ങനെ വന്ന് സിസ്റ്റേഴ്സും അവിടുത്തെ വലിയ ആളുകളൊക്കെ വന്നിട്ട് അവിടെ ഇങ്ങനെ അവരെ നോട്ടീസ് വാച്ച് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ല, അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ തുറന്നു കൊടുത്തു. അപ്പോ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, തൽക്കാലം അവരുടെ പേര് നമുക്ക് രാധ എന്ന് വിളിക്കാം. ഇവരുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തില് 18 വയസ്സായപ്പോഴ് ഇവർക്ക് മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇവര് ഒരു വ്യക്തിയെ, അവരുടെ ക്ലോസ് റിലേറ്റീവ്സ് തന്നെ ഉള്ള ഒരു വ്യക്തിയെ ഇവരാല് കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ഇവര് ഇങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നം കാരണമാണ് ഇവര് ആ 18 വയസ്സ് മുതല് ആ സമയത്ത് ഈ കുട്ടികൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഇവർക്ക് 35 വയസ്സാണ്, 35 ഇയേഴ്സ് ആണ്. അപ്പൊ ഒന്ന് നോക്കുക, 18 ഇയേഴ്സ് മുതല് ഈ 35 ഇയേഴ്സ് വരെ ഇവിടെയാണ് ഉള്ളത്. അപ്പൊ ഇവരുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്കിസോഫ്രീനിയ എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള രോഗമായിരുന്നു ഇവർക്ക്. ഓക്കെ. ഇതുപോലെ നമ്മുടെ ലോകത്ത് പല വിധത്തിലുള്ള ആളുകൾ പല ഹോസ്പിറ്റലുകളും കഴിയുന്നുണ്ട്. കുതിരവട്ടത്ത് തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നമ്മൾ വിസിറ്റ് ചെയ്യണം. നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം ബ്ലെസ്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. ഒരുപാട് ആളുകൾ മാനസികമായിട്ടുള്ള അസുഖങ്ങൾ കാരണം പ്രയാസപ്പെടുന്ന ആളുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. Hi dears, welcome to today's session is the importance of our mental health. നമ്മുടെ മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം എന്ന ഈ സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റു, ബ്രഷ് ചെയ്തു, ഹെയർ കോംബ് ചെയ്തു, വെൽ ഡ്രസ്ഡ് അല്ലെ? നമ്മുടെ ഗ്രൂമിങ് എങ്ങനെയാണെന്ന് നോക്കി കണ്ണാടിയിൽ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കും അല്ലെ? എന്തൊക്കെയാണ് എന്റെ പോരായ്മകള് അല്ലെ? എന്റെ കണ്ണെങ്ങനെയാണ്, മൂക്കെങ്ങനെയാണ്, എങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ഓരോന്നും നമ്മൾ നോക്കാറുണ്ട്. എന്നാല് നമ്മളിപ്പോ എത്ര വില കൂടിയ ക്രീം തേച്ചിട്ടാണ്, നമ്മുടെ ടൂത്ത് ബ്രഷ്, പേസ്റ്റ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഒരു ശരീരത്തിന്റെ ഒരു മുടി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാല് നമ്മുടെ ഈ ശരീരത്തിന് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടോ അതെല്ലാം ആസ്വദിക്കണമെങ്കിൽ ഒരാൾ വിചാരിക്കണം അല്ലെ? ആര്? നമ്മുടെ മനസ്സ് അല്ലെ? ശരീരത്തിൽ എന്ത് ചെയ്താലും അത് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്.
അല്ലെ? നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടി ശ്രദ്ധ കൊടുക്കുന്ന ആളുകൾ ഇവിടെ കുറെ പേരുണ്ടാവാം. എന്നാൽ തീരെ ശ്രദ്ധിക്കാത്ത ആളുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ പ്രകാരം health is a state of complete physical, mental, social and spiritual well-being, not merely the absence of disease or infirmity എന്നാണ്. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത്, ഹെൽത്ത് എന്ന് പറയുന്നത്, ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെയോ മനസ്സിന്റെയോ അസുഖമില്ലാത്ത അല്ലെങ്കിൽ വൈകൃതങ്ങളില്ലാത്ത ഒരു അവസ്ഥയല്ല. അതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ, മനസ്സിന്റെ, അതേപോലെ തന്നെ നമ്മുടെ സാമൂഹികമായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള എല്ലാ വിധത്തിലും ഉള്ള ഒരു സുസ്ഥിതിയാണ്, ഒരു സുഖാവസ്ഥയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യവാനാണ് എന്ന് പറയുന്നത്. അല്ലെ? നമുക്ക് സോഷ്യലി വേണം, ഫിസിക്കലി വേണം, മെന്റലി വേണം, സോഷ്യലി വേണം, അതുപോലെ സ്പിരിച്വൽ, എല്ലാ തലത്തിലും ആരോഗ്യം ഉണ്ട്. സുസ്ഥിതി, സുഖാവസ്ഥയിലാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ? നമ്മൾ ആരോഗ്യവാനാണ്, ആരോഗ്യവതിയാണ് എന്ന് പറയുള്ളൂ. അപ്പൊ നമ്മള് കൂട്ടത്തിൽ എത്ര പേരുണ്ട് ആരോഗ്യമുള്ളവരെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു വേദന ഇല്ലാത്തതോ, നമ്മുടെ കാലും കൈയും ഒക്കെ നോർമലി, അല്ലെങ്കിൽ എല്ലാ അവയവങ്ങളും നോർമൽ ആണ് എന്നതുകൊണ്ട് മാത്രം നമ്മൾ ആരോഗ്യമുള്ള ഒരാളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെന്റൽ ഹെൽത്ത്, അപ്പൊ നമ്മൾ ഹെൽത്ത്, ആരോഗ്യം, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മാനസിക ആരോഗ്യം എന്നത് കൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? പറയൂ, ഒന്ന് ടൈപ്പ് ചെയ്യൂ, എന്താണ്? എന്താണ് മാനസികമായിട്ടുള്ള ആരോഗ്യം? ഗുഡ് മോർണിംഗ്. എനിക്ക് ഒന്ന് ടൈപ്പ് ചെയ്യൂ, എന്താണ് മാനസിക ആരോഗ്യം? ഓക്കെ, ഹാപ്പി ആയിരിക്കുക, ഗുഡ് ഫീലിംഗ് ഉണ്ടാകുക, പീസ് ഓഫ് മൈൻഡ്, അബൻഡൻസ്, പ്രോസ്പെരിറ്റി, ഈ നിമിഷത്തിൽ ജീവിക്കാൻ കഴിയുക. ഓക്കെ, താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, മെന്റൽ ഹെൽത്ത് ഇൻക്ലൂഡ് ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഇറ്റ് അഫക്ട് ഹൗ വി തിങ്ക്, ഫീൽ ആൻഡ് ആക്ട്. ഇത് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ വൈകാരികമായ, മാനസികമായ, സാമൂഹികമായിട്ടുള്ള സുസ്ഥിതിയാണ്. ഓക്കെ, ഇത് നമ്മുടെ പ്രവർത്തനത്തെ, ചിന്തയെ, ഫീലിങ്സിനെ എഫക്റ്റ് ചെയ്യുന്നു. അല്ലെ? മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ 3 തരത്തിലുള്ള, പലതരത്തിലുള്ള ഡെഫിനേഷൻ ഉണ്ട് കേട്ടോ, പലതരത്തിലും നമുക്ക് പറയാം. സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യമാണ്, മനസ്സിന് ആരോഗ്യം ഉണ്ടായിരിക്കുക എന്നതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് ഡെപ്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ എത്രയും കുറെ തലങ്ങളിലേക്ക് പലതരത്തിലുള്ള ഡെഫിനേഷൻ നമുക്ക് കാണാൻ കഴിയും. അപ്പോ നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ, മാനസികമായിട്ടുള്ള ആരോഗ്യം ഉണ്ട്, ഒരാൾക്ക് മെന്റലി ഹെൽത്തി ആണ് അവർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഒരാൾക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യം ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഒരാള് പറയാ, നമ്മൾ കാണുന്ന ഒരാള്, അയാൾ നല്ല മെന്റലി ഹെൽത്തി ആണ് എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മെന്റലി ഹെൽത്തി ആണ് നിങ്ങൾക്ക് തോന്നുന്നത് എങ്ങനെയായിരിക്കാം? ഒന്ന് പറയും. മെന്റലി ഹെൽത്ത് ഉള്ള ആളുകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? He will not be victim of emotion. Congratulations. Mindfulness. Okay. ആക്റ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും പറഞ്ഞത് വളരെ നല്ല പോയിന്റ്സുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞതുപോലെ കോൺഫിഡന്റ് ആയിരിക്കും അവര്, നല്ല കോൺഫിഡന്റ് ആയിരിക്കും. ഏതൊരു സിറ്റുവേഷനിലും അവർക്ക് ആ സാഹചര്യത്തെ വളരെ കോൺഫിഡന്റോട് കൂടിയിട്ട് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവര് മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണ്. അതേപോലെ തന്നെ അവർക്ക്
എന്ത് ചെയ്യാൻ പറ്റില്ല? സെൽഫിനെ ബ്ലെയിം ചെയ്യില്ല അവര്. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ സെൽഫിനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കില്ല. അതേപോലെ ഇപ്പൊ പറഞ്ഞു പോസിറ്റീവ് ആയിരിക്കും അല്ലെ? അവര് ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കും, ശുഭാപ്തി വിശ്വാസികളായിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് അങ്ങനെ സംഭവിച്ചാലും അവർക്ക് അതിനെ നല്ലൊരു രീതിയിൽ പോസിറ്റീവായിട്ട്, ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ഇറ്റ്സ് ഓക്കെ, ദിസ് ടു ഷാൽ പാസ് എന്നുള്ള ആ ഒരു മനോഭാവത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനുള്ള ആശയവും അവർക്ക് ഉണ്ടാവുന്നുള്ളതാണ്. പിന്നെ എന്ന് പറയുന്നത് അവർക്ക് ഗോൾസ് സെറ്റ് ചെയ്യാനും അച്ചീവ് ചെയ്യാനും കഴിയും. ഇപ്പൊ മെന്റലി ഹെൽത്തി അല്ലാത്ത ആളുകൾക്ക് ഇപ്പൊ നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ കോൺഫിഡൻസ് ഉണ്ടാവില്ല. അതുപോലെ അവർ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാത്തിലും ഓപ്റ്റിമിസ്റ്റിക്കിന്റെ ഓപ്പോസിറ്റ് ആണ് പെസിമിസ്റ്റ് അല്ലെ? അവർക്ക് ഒരു കാര്യത്തിലും പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കില്ല. അതേപോലെ തന്നെ അവരുടെ ഗോൾ ഗോൾ സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കില്ല. അതുപോലെ അവരുടെ ലൈഫ് ഇപ്പോ നമ്മുടെ മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് ഏതൊരു പരിണിത സാഹചര്യത്തിലും, പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യത്തിലും അവരുടെ ജീവിതത്തെ എൻജോയ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ ഒരുപാട് പേര് ഉണ്ടല്ലേ, മനസ്സിന്റെ ഒരു സന്തോഷം കൊണ്ടുപോകാൻ കഴിയാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് 5 പേരില് നമ്മൾ എടുക്കുകയാണെങ്കിൽ, 5 പേരെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് മാനസികമായിട്ടുള്ള പ്രയാസം നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമ്മളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഫിനാൻഷ്യലി ആണെങ്കിലും നമ്മുടെ ഡെവലപ്മെന്റ് കൂടി വരികയാണ് എങ്കിൽ പോലും ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ മാനസികപരമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞത് വളരെ കുറവാണ്. ഇപ്പൊ മാനസികമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എത്തുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇന്ത്യയുടെ കാര്യമാണ്. ഇന്ത്യയില് ഒരുപാട് എഡ്യൂക്കേഷൻ വൈസ് ആണെങ്കിൽ, അതുപോലെ തന്നെ മറ്റുള്ള ഹെൽത്ത് സെക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ വളരെ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മാനസികാരോഗ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ബാക്കിലോട്ട് തന്നെ ചവിട്ടി പിടിക്കും അല്ലെ? നമുക്ക് കാണാൻ പറ്റും ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ആളുകൾ. എന്നാൽ ഇപ്പം നമ്മുടെ ഇതില് മാനസികാരോഗ്യങ്ങൾ 200-ൽ പരം മാനസിക രോഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാല് ഒരു വ്യക്തിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും കാരണങ്ങൾ പറയാം മൈമുന മാം, പ്ലീസ് വെയിറ്റ്, നമ്മൾ വരികയാണ് കേട്ടോ. അപ്പോ ഒരു വ്യക്തിക്ക് മാനസികമായ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ കാണുകയാണെങ്കിൽ നമുക്കത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാല് ചിലര് വിചാരിക്കുന്നത് ഈ മാനസിക രോഗി ഇയാള് മനസ്സ് എന്ന് സമൂഹം അറിഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് ഉണ്ടാകുന്ന ആ മാനസിക രോഗമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ കണ്ടുകൊണ്ട് നമ്മൾക്ക് വീടിന് നാണക്കേടാണ്. അതേപോലെ തന്നെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രപ്പോസൽ വരാനായിട്ട്, അതുപോലെ ജ്യേഷ്ഠൻ അനിയന്മാരൊക്കെ അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് പോവാൻ ബുദ്ധിമുട്ടാണ് എന്ന രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാതിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം, നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന സമയത്തൊക്കെ റോഡിലൂടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകൾ കുറെ ഉണ്ടായിരുന്നു അല്ലെ? അലഞ്ഞു തിരിഞ്ഞിട്ട് പിന്നെ കിട്ടും മാറാപ്പും ഒക്കെ എടുത്ത് നടന്നിരുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അതേപോലെ റൂമുകളില് ചങ്ങലൊക്കെ ഇട്ട് അല്ലെ? നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ചങ്ങല ഇട്ടിട്ട് പിന്നെ ബന്ധിച്ചിട്ട് മുറിവൊക്കെ ഉണ്ടാവുന്ന ആ ഒരു സാഹചര്യം നമ്മൾ കാണുമ്പോ തന്നെ ഈ ഒരു ഭ്രാന്ത് അല്ലെ എന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോകുന്നതാണ്. നമ്മൾ ഇതൊരു സിനിമ പറയുന്നുണ്ട്, സിനിമയിലെ ഒരു ഏതൊരു കോമഡി ഷോയിലാന്ന് തോന്നുന്നു. അപ്പൊ ഒരാൾ പറഞ്ഞത്, എടോ എനിക്ക് ഭയങ്കര സ്ട്രെസ് ആണോ, എനിക്ക് ഭയങ്കര ടെൻഷനാണോ എന്ന് പറയുമ്പോ, അപ്പൊ നിങ്ങൾക്ക് ഭ്രാന്താണ് അല്ലെ? അങ്ങനെ ഒരു ചോദിക്കുന്നതുണ്ട്. മാനസികമായിട്ട് നമുക്ക് പെയിൻ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവർക്ക് ഭ്രാന്താണ്, അതല്ല അല്ലെ? നമുക്ക് ശരീരത്തിന് ഒരു തലവേദന വരുന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഭാഗത്ത് പെയിൻ വരുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മൈൻഡിന്റെ
പ്രശ്നം എന്ന് പറയുന്നത്, അല്ലേ? ശരീരവും മനസ്സും പരസ്പരം വളരെ കണക്റ്റഡ് ആണ്, അല്ലേ? ബോഡി ആൻഡ് മൈൻഡ് ആർ കണക്റ്റഡ്. ബോഡി മൈൻഡ് കണക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക് തന്നെയാണ്. നമ്മുടെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. എന്താണോ നമ്മുടെ മനസ്സിൽ വരുന്നത് അതാണ് നമ്മുടെ ബോഡിയിൽ കാണിക്കുന്നത്, അല്ലേ? അപ്പോ നമ്മുടെ ഈ ഒരു മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുറേ ആളുകൾ ഇന്നും ട്രീറ്റ്മെന്റ് കിട്ടാതെ അത് വലിയ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് പോകുന്ന, സൂയിസൈഡിലേക്ക് പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ കാണും. അപ്പോ നമ്മൾ ഈ ഒരു സാഹചര്യത്തിലും ആളുകൾ റിയലൈസ് ചെയ്യാതെ പോകുന്നത്, അല്ലെങ്കിൽ കണ്ടുകൊണ്ട് മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ മാനസികമായിട്ടുള്ള അസുഖങ്ങൾ, ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോ ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ വഴിയിലൂടെ ഒരു ചേച്ചി ഇങ്ങനെ ഒരുപാട് മുഷിഞ്ഞ തുണികളും ഒരു വലിയൊരു മാറാപ്പ് പിന്നെ ഒരു കെട്ടും എടുത്തുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ഓടിപ്പോവും. എപ്പോഴും മീൻസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടിപ്പോകും. അപ്പൊ ഓടിപ്പോകുമ്പോ അവരുടെ വായില് അസഭ്യാണ് വിളിച്ചു പറയാം. ജസ്റ്റ് ചിലപ്പോ നോക്കിയിട്ട് ആരോ കാണുന്നത് പോലെ നിന്ന് വഴക്ക് പറയും. ചിലപ്പോ ഞങ്ങളുടെ അവിടെയുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നു വെച്ചാല് ഇവരുടെ കൂടെ ഓടിപ്പോവും. പോയിട്ട് ഇവരെ കളിയാക്കും. എന്തൊക്കെയോ ഇവർക്ക് നല്ല രസമില്ല, കുട്ടികളല്ലേ, അവർക്ക് അറിയില്ല, ഇവരെന്തൊക്കെയോ പറയും. ഇവരെന്ത് ചെയ്യും, തിരിഞ്ഞു നിന്ന് കല്ലെറിയും. അവർക്ക് എന്തോ ഒരു അബ്യൂസിൽ പെട്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. നമ്മുടെ ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ കീറിപ്പറഞ്ഞ മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ള കുറെ ആളുകളെ കാണായിരുന്നു. പക്ഷേ ഇന്ന് കുറെ മനുഷ്യന്മാരുടെ നല്ല മനസ്സുകൊണ്ട് ഇങ്ങനെ ആളുകളെ കാണുന്നവരെ ആ ഒരു വഴി നമ്മൾ കാണാറുണ്ട്. യൂട്യൂബിൽ ഇന്നലെയും കൂടെ ഒരു ലേഡിയെ, ഇങ്ങനെ ഇതുപോലെയുള്ള ഒരു ലേഡിയെ കുറച്ചു പേര് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കുളിപ്പിച്ച് ഡ്രസ്സും ഹെയറൊക്കെ കട്ട് ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി വൃത്തിയാക്കിയിട്ട് ഒന്നുകിൽ ഹോസ്പിറ്റലുകളിലേക്ക്, മെന്റൽ ഹോസ്പിറ്റലുകളിലേക്ക്, അതുപോലെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നതും. ഒരുപക്ഷെ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, അല്ലെ? നമ്മൾ ചില ഇതിൽ കാണാറുണ്ട്, ഇങ്ങനെ നടക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അവർ ഒറ്റപ്പെട്ടു പോയ കാരണങ്ങൾ കൊണ്ടായിരിക്കാം, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്ന ആളുകൾ പോലെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ. അപ്പോ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ലോകത്ത് നമുക്ക് ചുറ്റും തന്നെ ഒരുപാട്. ഇവരെ ഇപ്പൊ നമ്മൾ ആരോ പറഞ്ഞു, ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പം പേടിയാവുന്നു എന്ന്. പേടിയാകുകയല്ല വേണ്ടത്, നമ്മൾ അവരെ ചേർത്ത് പിടിക്കാനായിട്ട് നോക്കുകയാണ് വേണ്ടത്. ഓക്കെ. പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞു, ആദ്യ കാലങ്ങളിൽ ഇതുപോലെ ആളുകൾ ഒറ്റപ്പെട്ട് ഇങ്ങനെ ചികിത്സയില് മാസങ്ങളോളം വർഷങ്ങളോളം ഇതുപോലെ ഒരു വാർഡിലൊക്കെ അടച്ചിട്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോ എന്ത് ചെയ്യുന്നെന്ന് വെച്ചാല് അവിടെ നിന്ന് അവർക്ക് ആ ലോൺലിനെസ്സിൽ അവരുടെ പ്രശ്നങ്ങൾ കൂടി വരികയാണ് ചെയ്യും, അല്ലെ? നമ്മൾ ഒരു റൂമില് ഒറ്റയ്ക്ക് അടച്ചിട്ടിരിക്കുന്നു, ട്രീറ്റ്മെന്റ് ആരും മിണ്ടാൻ പോയില്ല, അല്ലെ? മാനസികമായിട്ട് പ്രശ്നമാണെന്ന് പറഞ്ഞാല് ഇന്ന് എത്ര വലിയ അംബാനി ആയിക്കോട്ടെ, ആ റൂമിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ ആദ്യമൊക്കെ കുറച്ച് പേരൊക്കെ ചെല്ലും. പിന്നെ അദ്ദേഹം ഒറ്റപ്പെട്ടെന്നാണ്. മാനസിക പ്രശ്നമുള്ള ആളുകൾ എന്ന് പറഞ്ഞാല് സമൂഹത്തിൽ നിന്നും വളരെയധികം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട്, എല്ലാവരാലും ഒറ്റപ്പെടുത്തി, ഒന്നുമല്ലാതെ ആ ഒരു ഇതില് അവര് ഒന്നുമല്ലാതെ ഇത് മാറിക്കഴിഞ്ഞാലും അവര് ഒറ്റപ്പെട്ട് കഴിയുന്ന സിറ്റുവേഷൻ ആണുള്ളത്. ഈ ഒറ്റപ്പെടൽ അവരെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒറ്റപ്പെടലിലൂടെ അവർ എത്രയോ പേര് ഇതിന് റിക്കവർ ചെയ്തതിന് ശേഷം പോലും അവര് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ഫാമിലിക്ക് വേണ്ട. നമ്മൾ ഇതുപോലെയുള്ള മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണം. അവിടെ ഉണ്ടാവും ഒരുപാട് പേര്. അവർ റിക്കവർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഫാമിലി ഉണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. പക്ഷെ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പം അവർക്ക് ആർക്കും അവരെ വേണ്ട. അപ്പൊ അവര് അതുകൊണ്ട് ചോദിക്കുമ്പോ പറയുന്നത്, ഞങ്ങൾ കയറി ചെന്നാല് ഈ ഭ്രാന്തൻ ഇങ്ങനെ കുതിരവട്ടത്തുനിന്ന് വന്നു, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് സെന്ററിൽ നിന്ന് വരികയാണ്, ട്രീറ്റ്മെന്റിലായിരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് നാണക്കേടാണ്. എന്റെ ജ്യേഷ്ഠനോ അനിയനോ അവർക്കൊക്കെ നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ തന്നെ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ ലോകത്തിന്റെ ചുറ്റും ഒരുപാട് പേരുണ്ട്.
അപ്പോ ഒരാൾക്ക് മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ട് എന്ന് വെച്ചിട്ട് അവരെ നമ്മൾ പൂർണ്ണമായിട്ടും തഴഞ്ഞു കളയരുത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, അല്ലെ? അപ്പൊ നമ്മള് പറഞ്ഞു ഇതുപോലെയുള്ള ആർക്കൊക്കെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി മെന്റൽ ഡിസോർഡേഴ്സിന്റെ കാരണങ്ങൾ നമ്മുടെ മൈമുന മാം അങ്ങനെ ചോദിച്ചു. മെന്റൽ ഡിസോർഡേഴ്സിന്റെ എന്താണ് അതിന്റെ കാരണങ്ങൾ? നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും ഇതുണ്ടാവാം. നമ്മൾ ചെറുപ്പകാലങ്ങളില് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ്, നമ്മുടെ തലച്ചോറിനോ മറ്റോ ഇൻഫെക്ഷൻസ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബ്രെയിനിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആക്സിഡൻസുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരക്കാരില് മാനസികമായ പ്രയാസങ്ങൾ ഇതുപോലെ ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നത് കൂടുതലായിരിക്കാം. അതേപോലെ തന്നെ സബ്സ്റ്റൻസ് അബ്യൂസസ്, മറ്റുള്ള മയക്കുമരുന്നുകള് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളില് ഇതുപോലെ മാനസികാരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ നേരിടാം. അതുപോലെ തന്നെ നമുക്ക് അറിയാം അബ്യൂസസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇമോഷണൽ, സെക്ഷൽ അബ്യൂസസ് ഒക്കെ, അതായത് നമ്മുടെ ശാരീരികമായിട്ടുള്ള മർദ്ദനങ്ങൾ ഒരുപാട് ഏറ്റിട്ടുള്ള ആളുകൾ ചെറുപ്പകാലങ്ങളിലാവാം അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിലെ ഒരുപാട് ഒരാൾക്ക് ട്രോമ കൊടുത്തു കഴിഞ്ഞാല് അദ്ദേഹത്തിന് സഫർ ചെയ്ത് മെന്റലി തളർന്നു പോകാം അദ്ദേഹം. അതിലൂടെ ഇവർക്ക് ഈ ഒരു മെന്റൽ ഇഷ്യൂസ് ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെയാണ് ഇമോഷണലി വൈകാരികമായി ഒരാളെ മുറിവേൽപ്പിച്ചു കൊണ്ടിരുന്നാല്, അവരെ അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ അത്തരക്കാരും ഇതുപോലെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളിലേക്ക് പോകാം. അതുപോലെ ജീവിതത്തിൽ സെക്ഷൽ അബ്യൂസസ് അനുഭവിച്ചിട്ടുള്ള ആളുകൾ ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. നമ്മളോടൊക്കെ സംസാരിക്കുന്ന ആളുകൾ ഇതുപോലെ ഫിസിക്കൽ അബ്യൂസസ് ഫാദറിൽ നിന്ന്, മദറിൽ നിന്ന്, അതുപോലെ തന്നെ ചുറ്റുമുള്ള മറ്റുള്ളവരിൽ നിന്ന്, ടീച്ചേഴ്സിൽ നിന്നൊക്കെ ഫിസിക്കൽ അബ്യൂസസ് അനുഭവിച്ചിട്ടുള്ള, ഇമോഷണലി നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഒരു സംസാരം അവരെ തളർത്തിക്കളയുന്ന, എപ്പോഴും വൈകാരികമായി മുറിവേൽപ്പിക്കുന്ന സംസാരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആളുകളുണ്ട്, അല്ലെ? കുട്ടികളാണെങ്കിലും നമ്മൾ പറയും എങ്ങനെയാണ് കുട്ടികളല്ലേ, അവന് കുട്ടിയല്ല, അവനൊന്നും അറിയില്ല. ഇപ്പോഴും ഞാൻ ഇന്നലെ പോലും ഒരാൾ പറയുന്നത് കേട്ടതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് കുട്ടികളാണ്, കുട്ടികളോട് അങ്ങനെ പറയത്, അവൻ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നീ പറയുന്ന പോലെ അവൻ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല, കുട്ടിയൊന്നല്ല, അല്ലെ? നമുക്കറിയാം ഇന്ന് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു കുട്ടി, അതായത് ഈവൻ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ആ കുട്ടിക്ക് പോലും ആ ഒരു സ്റ്റേജിലുള്ള കുട്ടി പോലും അനുഭവിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് അവരുടെ പിന്നെ എന്താ പറയാ ജീവിതത്തിന്റെ ഓരോ സാഹചര്യത്തെയും ബാധിക്കുന്നുണ്ട്. ഇപ്പൊ 30 ഇയേഴ്സ് ആണെങ്കിലും 40 ഇയേഴ്സ് ആണെങ്കിലും 60 ഇയേഴ്സ് ആണെങ്കിലും നമ്മളൊന്ന് ഇരുന്ന് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ കുഞ്ഞു കുട്ടിക്ക് 5 വയസ്സായ കുഞ്ഞിനെ നമ്മുടെ പാരന്റ്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പെയിന് അന്നത്തെക്കാളും ആ ഒരു പെയിന് ഇന്ന് അനുഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ കോഴ്സിലേക്ക് വരുന്ന ആളുകൾ ഇപ്പൊ 65 ഇയേഴ്സ് ഒക്കെ ആയ ആളുകളൊക്കെ നമ്മളോട് പറയാറുണ്ട്, മാം അന്ന് ഇങ്ങനെ എന്റെ ഫാദർ എന്നെ അത്രയും ഫാദർ ഇല്ലാത്തത് കൊണ്ട് എന്റെ മറ്റുള്ള അങ്കിളും അവരൊക്കെ എന്നെ ഇത്രയും ഉപദ്രവിച്ചിരുന്നു, എനിക്ക് ഇങ്ങനെ ഫിസിക്കലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്, സെക്ഷൽ അബ്യൂസസ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പെയിനിലാണ് പല ആളുകളും ജീവിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള അബ്യൂസസ് നമ്മുടെ ജീവിതത്തെ ഒരുപാട് മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ നഷ്ടം ചെറുപ്പത്തിലൊക്കെ അല്ലെങ്കിൽ യങ്ങർ ഏജിലൊക്കെ, അത്രയും ഏജ്ഡ് ആകാതെയൊക്കെ മരിച്ചു പോകുന്ന നമ്മുടെ ഫാദർ ആകാം, മദർ ആവാം, സഹോദരന്മാരാകാം, അതുപോലെ അങ്കിളോ ആന്റിയോ ഗ്രാൻഡ് മദറോ ഗ്രാൻഡ് ഫാദറോ, അതേപോലെ നമ്മളെ പ്രിയപ്പെട്ട ടീച്ചേഴ്സോ അല്ലെങ്കിൽ നെയ്ബേഴ്സോ ആരും ആകും. ഇതുപോലെയുള്ള മരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഘാതമായിട്ട് മാറാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോ പാർട്ട്നേഴ്സ് ഒക്കെ, ലൈഫ് പാർട്ട്നേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഡിവോഴ്സ്, അതുപോലെ പാർട്ട്നേഴ്സിന്റെ ഡെത്ത്, ഇതൊക്കെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന. അതേപോലെ തന്നെ ഫാമിലി സ്പ്ലിറ്റ് ആവുമ്പോ ആ മക്കളെ, അതും അല്ലെങ്കിൽ കുട്ടികളെ, അല്ലെങ്കിൽ ആ പാർട്ട്നേഴ്സിനെ അത് പ്രതികൂലമായി അവരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ജോലി ഇല്ലാത്ത അവസ്ഥ, അല്ലേ? നമുക്കറിയാം നമ്മൾ ജോലി ഇല്ലെങ്കിൽ നമ്മൾ ആകെ ചിന്തിച്ച്, ഒരുപാട് പേര് ഈ ഒരു സിറ്റുവേഷനിൽ പല സിറ്റുവേഷനിലും അകപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട്, അതുപോലെ ബിസിനസ്സിൽ നഷ്ടം പറ്റിയിട്ട്, അതുപോലെ ഉള്ള ജോലികൾ
നഷ്ടപ്പെട്ട് പല വിധത്തിലുള്ള കാര്യം കൊണ്ട് നഷ്ടപ്പെടാം അല്ലെ? നമുക്ക് അസുഖം ആയതുകൊണ്ട് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ജോലി നഷ്ടപ്പെടാം. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ മാനസികമായ പ്രയാസത്തിലേക്ക് പോവാറുണ്ട്. അതുപോലെ ഇൻകം, നമുക്ക് വരവിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് എക്സ്പെൻസിന് നമുക്ക് വേണ്ട ചെലവുകൾ നടത്താനുള്ള ഇൻകം നമുക്ക് ഇല്ല എങ്കിൽ അത്തരത്തിലുള്ള ആളുകളും വളരെയധികം മാനസികമായ പ്രയാസത്തിലേക്ക് പോവാറുണ്ട് ഇല്ലേ? ഇന്ന് നമുക്ക് ജീവിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ക്യാഷ് തന്നെ വേണം. ഇതില്ലാത്ത ആളുകളൊക്കെ ഒരുപാട് പ്രയാസത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ദാരിദ്ര്യാവസ്ഥ, കടങ്ങൾ അല്ലെ? ഇതൊക്കെ നമ്മുടെ മനസ്സിനെ തളർത്തിക്കളയാറുണ്ട്. ഒരുപാട് പേരൊക്കെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഡിപ്രഷനിലേക്ക്, അതേപോലെ തന്നെ ശാരീരികമായ അസുഖങ്ങളിലേക്കും മാനസികമായ അസുഖങ്ങളിലേക്കും ആണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു പ്രയാസങ്ങളിൽ അകപ്പെട്ടുകൊണ്ട്. ഓക്കെ, അപ്പോ ഈ ലോകത്ത് എന്ത് പൊട്ടിയാലും സൗണ്ട് കേൾക്കും. എന്നാലേ ഒരാളുടെ മനസ്സ് തകരുമ്പോ മാത്രം, അല്ലെങ്കിൽ മനസ്സ് പൊട്ടുമ്പോഴും മാത്രം ഒരു സൗണ്ടും കേൾക്കില്ല എന്നാണ് ഇന്നലെ ഞാൻ എവിടെയൊന്ന് വായിച്ചതാണ് കേട്ടോ. അല്ലേ? അപ്പൊ ചില എന്തൊക്കെയോ നമ്മുടെ സംഭവങ്ങളൊക്കെ പൊട്ടുമ്പോഴേ എല്ലാരും അറിയുന്നുണ്ട്, എല്ലാരും കാണുന്നുണ്ട് അല്ലെ? എന്നാല് പല ആളുകളുടെയും ഹൃദയം പൊട്ടിത്തകരുന്നത് എത്രമാത്രം, അല്ലെങ്കിൽ നമ്മുടെ ഒരു വാക്കുകളിലൂടെ ആവാം അല്ലെ? അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ടും മറ്റുള്ളവരുടെ ഹൃദയം നുറുങ്ങിപ്പോകുന്നത്, പൊട്ടിപ്പോകുന്നത് ആരും അറിയാറില്ല. അവിടെ നിശബ്ദമാണ് അല്ലേ? അപ്പോ നമ്മുടെ ചോദിച്ചില്ലേ സൊല്യൂഷൻ എന്താണ്? നമുക്ക് എങ്ങനെയാണ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുക? എങ്ങനെയാണ്? നിങ്ങൾ തന്നെ പറയും, നിങ്ങൾക്ക് തന്നെ അറിയാം. പറയൂ, നിങ്ങളുടെ പോയിന്റ്സുകൾ വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ പറയുന്ന പോയിന്റ്സുകൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്റെ മാത്രം ക്ലാസ് അല്ല. എനിക്കറിയുന്നത് നിങ്ങൾക്ക് വന്ന് പറയുന്നതിനേക്കാൾ ഉപരി, നിങ്ങളോട് വന്ന് പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ കൂടെ പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പറയൂ, എന്താണ്? ഒന്ന് ടൈപ്പ് ചെയ്യൂ. എന്താണ് നമുക്ക് ഇവിടെ സൊല്യൂഷൻ കണ്ടെത്തുക? നമ്മുടെ മൈൻഡിനെ ഹെൽത്തി ആക്കാൻ നമുക്ക് എന്തുകൊണ്ട്? കൺഗ്രാറ്റുലേഷൻസ്, അവയർനെസ്, mindfulness, okay, meditation, യോഗ, നമ്മൾ തന്നെ നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തുക, ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ ഇനി ഒന്നും പറയണ്ട, സെൽഫ് ലവ്. ഓക്കെ, അപ്പൊ ഇനി എനിക്കൊന്നും പറയാനില്ല, എല്ലാം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ ജസീല മാം പറഞ്ഞതുപോലെ ഫസ്റ്റ് നമുക്ക് അവയർനെസ് കൊണ്ടുവരാം, നമ്മളിൽ ഒരു അവബോധം കൊണ്ടുവരാം. ഞാൻ ആരാണ്, ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എനിക്ക് എങ്ങോട്ടാണ് പോവേണ്ടത്, ഞാൻ ആരായിരിക്കണം, ഞാൻ എന്താണ്, ആ ഒരു നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ നമ്മൾക്ക് ഒരു അവയർനെസ് വരിക എന്നുള്ളതാണ്. നമ്മളൊരു നില വിട്ടു പോകുമ്പോൾ, നമ്മുടെ ചിന്ത റൂട്ട് മാറി പോകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു തരത്തിൽ നമ്മൾ വല്ലാണ്ട് മാനസികമായി തളർന്നു പോകുമ്പോൾ നമ്മൾ അവിടെ നമ്മൾക്ക് ഒരു അവബോധം, അവയർനെസ് കൊണ്ടുവരിക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് കണക്ട് വിത്ത് അതേഴ്സ്, മറ്റുള്ള ആളുകളുമായിട്ട് നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. എപ്പോഴും നോക്കൂ, ഈ മാനസികമായിട്ട് പ്രയാസമുള്ള ആളുകള് ഒറ്റപ്പെട്ടിട്ടായിരിക്കും കഴിയും അല്ലെ? നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അത്രയും നമ്മളുടെ ചിന്തകള് എന്താവും, ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ എന്താ നൂലുകൾ കെട്ടിപ്പിഴഞ്ഞ് കിടക്കുന്ന പോലെ അങ്ങനെ ഒരുപാട് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യാം. എന്നാല് ഏകാന്തതയെ എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ? ആ ഒറ്റപ്പെടലിനെ നമ്മൾ നല്ല ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷെ അല്ലാതെ നമ്മൾ ചിന്തിച്ച് വിഷയരാകാതെ നമ്മൾ നല്ല ചിന്തകൾ കൊണ്ടുവരിക. അത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ കൂടെ നമ്മൾ മിങ്കിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, നല്ല ആളുകളായിട്ട് സംസാരിക്കുക. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ആളുകളായിട്ട് ഒന്ന് സംസാരിക്കുക, പുറത്തോട്ട് ഇറങ്ങുക. പിന്നെ അതേപോലെ തന്നെ ബി ഫിസിക്കലി ആക്റ്റീവ്. നമ്മളിങ്ങനെ ഒന്ന് വെറുതെ ഇരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യണം? കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക ചെയ്യല്ലേ? നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഈ ഒരു വെറുതെ ഇരിക്കുന്ന മനസ്സെന്ന് പറയുന്നത് ഷാത്താന്റെ വീടാണെന്നൊക്കെ പറയാറുണ്ട് അല്ലെ? ഷാത്താൻ അവിടെ പണിപ്പുരയാണ് അല്ലെ? അപ്പോ എന്ത് ചെയ്യും? ആ ചിന്തയിലേക്ക് നമുക്ക് ഇങ്ങനെ അറിയാതെ നമ്മുടെ ചിന്തകൾ മാറി മാറി പോകും. അവിടെ ഒരു ആക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. ഓക്കെ, സിംഗിൾ ഷുഡ് ബി മിങ്കിൾ.
ഓക്കെ. അപ്പം ഒറ്റയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളുകൾ, വെറുതെ ഇരിക്കാതെ പുറത്തോട്ട് നമ്മള് ഇറങ്ങുക. ഫിസിക്കലി ആക്റ്റീവ് ആകുക. നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഒരാൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡിപ്രഷനോ അല്ലെങ്കിൽ ആങ്സൈറ്റിയോ ചിന്തകൾ കൂടൊക്കെ ആണെങ്കിൽ നമ്മൾ ചെന്നിട്ട് ഒന്ന് ഫിസിക്കൽ മൂവ്മെന്റ് ചെയ്യുക. ഒരു മ്യൂസിക് ഇടുക, ഡാൻസ് കളിക്കാം. അപ്പൊ അവിടെ ഫിസിക്കലി ആക്റ്റീവ് ആയി, ഫിസിക്കൽ എന്താ പറയാ മൂവ്മെന്റ്സ് ആയി, നമ്മുടെ ബ്രെയിന് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഹാപ്പി ഹോർമോൺസ് എപ്പിനെഫ്രിൻ ഒക്കെ സെക്രീറ്റ് ചെയ്യും. എൻഡോർഫിൻ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, സോറി, എൻഡോർഫിൻ ഒക്കെ സെക്രീറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഹാപ്പി ആവും കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ള കഴിവുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ കുക്ക് ചെയ്യാൻ നല്ല കഴിവാ. അപ്പൊ കുക്ക് ചെയ്യുന്നതും മതി. അതിന് ഡിഫറെന്റ് സ്റ്റൈൽസ് പരീക്ഷിക്കാം. അതേപോലെ തന്നെ വേറെ വേറെ സ്കിൽസുകൾ നമ്മൾ നോക്കുക. ഇപ്പൊ എനിക്ക് കഴിയുന്നത് ചിലപ്പം നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം എങ്കിൽ വരയ്ക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ, എനിക്കൊരു കവിത എഴുതാൻ പറ്റും, എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത് ആ കഴിവുകൾ നിങ്ങൾ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളിങ്ങനെ ഡൗൺ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പഴയ കാലത്ത് നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അല്ലെ. സ്കൂളിലൊക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു, കുറെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൊമെന്റോ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കുക. അപ്പൊ അത് നോക്കിയിട്ട് ആ ഒരു കാലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാവും. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സമയത്തും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ഒന്ന് നോക്കുക. ഓക്കെ. ഒരുപാട് കഴിവുകൾ നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ ഉണ്ടാവാം. എഴുതി നോക്കുക. ചിലപ്പോൾ ഈ ഫീലിങ്സ് നമ്മൾ എഴുതുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഒരു ബുക്കിലേക്ക് എഴുതി കഴിയുമ്പോൾ അത് ചിലപ്പോൾ ഒരു കഥയായിട്ടോ കവിതയായിട്ടോ ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾക്ക് കഥാപാത്രങ്ങളെ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വേറൊരാളുടെ ജീവിതം നിങ്ങൾക്ക് എടുത്തുകൊണ്ട് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഒരു എന്താ പറയാ, നിങ്ങൾക്ക് തന്നെ തോന്നും. പിന്നീട് നമ്മൾ ചില വരികളൊക്കെ ഡയറിയിൽ ചിലപ്പോൾ എഴുതിയിട്ട് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ അത് എടുത്തു നോക്കുമ്പോൾ അയ്യോ ഇത് ഞാൻ തന്നെയാണോ എഴുതിയത് എന്ന് നമുക്ക് തോന്നും അല്ലെ. അതുപോലെ നിങ്ങൾക്ക് എഴുതിയിടാം മറ്റുള്ള കാര്യങ്ങൾ അല്ലെ, പൂന്തോട്ടം, അതുപോലെ ബാക്കിയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ. ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതൊക്കെയൊക്കെ ഒന്ന് ഇറങ്ങും. പിന്നെ പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നു വേറെ എവിടെയോ ആണ് എന്ന് അങ്ങനെയല്ല. ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഫുൾ മൈൻഡോട് കൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. നമ്മളൊരു അതായത് കോഫി കുടിക്കുകയാണെങ്കിൽ ആ കോഫിയുടെ ആ ഫ്ലേവർ ആസ്വദിച്ചുകൊണ്ട്, അതിന്റെ ഷുഗർ, അതിന്റെ ഓരോ കാര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. നമുക്കറിയാലോ ഈ കണ്ണ് കാണാത്ത ആളുകളൊക്കെ ഇല്ലേ, അവർക്ക് എത്ര എന്താണ് എത്ര ഇതായിട്ടാണ് അവരെ ഓരോ കാര്യങ്ങളും വ്യക്തതയോട് കൂടി പറയുന്നത് അല്ലെ. ഓരോ മണവും അതിന്റെ രുചിയും എല്ലാം അവർ അത്രയും ആസ്വദിച്ച് കഴിക്കും. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ചെയ്യുന്ന പ്രവൃത്തി, അതേപോലെ മറ്റുള്ളവർ സംസാരിക്കുമ്പോഴേ എല്ലാ സമയത്തും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് മൈൻഡ്ഫുൾ ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുക. കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചെയ്യരുത്. ഇഷ്ടത്തോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങളും ആസ്വദിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അതുപോലെ തന്നെയാണ് ഹെൽപ്പിംഗ് അതേഴ്സ്. നമ്മളിലേക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. എനിക്ക് വീടുണ്ട്, കാറുണ്ട്, ജോബുണ്ട്, വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാലും ഞാൻ ഹാപ്പി അല്ല. എനിക്ക് എന്തോ അറിയില്ല, എന്തോ ഒരു കുറവ് ഇങ്ങനെ തോന്നുകയാണ്, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നമ്മള് മറ്റുള്ളവരിലേക്ക് നോക്കുക. നമ്മുടെ വീട്ടിൽ ഈ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പുറത്തെ വീട്ടില് ലീലയുടെ വീട്ടിലോ രാധയുടെ വീട്ടിലോ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, അവിടെ ഒന്നും ഇല്ല. അവിടേക്കൊക്കെ ഈ ഉള്ള ഫുഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ മെന്റൽ ഹോസ്പിറ്റലുകളില് അവർക്ക് നമ്മുടെ വീട്ടിൽ നമുക്കറിയാം, നമ്മളൊക്കെ ഒരു ഡ്രസ്സ് ഒരു പെരുന്നാളിന് ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാല് നെക്സ്റ്റ് പെരുന്നാളിന് അത് ഇടില്ല. കാരണം അതിന്റെ ഫാഷൻ പോയി. ഇങ്ങനെ കിട്ടായിട്ട് അടുക്കി വെച്ചിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ എന്ത് ചെയ്യാം, പിന്നീട് നശിപ്പിച്ച് കളയാണ് ചെയ്യും. ഇതുപോലെയുള്ള ഡ്രസ്സുകള്, അല്ലെങ്കിൽ അതേപോലെ നിങ്ങളുടെ അത്യാവശ്യം നല്ല നൈറ്റികൾ, ഡ്രസ്സുകളൊക്കെ നിങ്ങൾ ഇതുപോലെയുള്ള മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ അവര് വാങ്ങിക്കുന്നുണ്ടത്. കാരണം അവർക്കൊക്കെ എത്ര പേർക്ക് ഡ്രസ്സ് വേണ്ടി വരിക, എത്ര പേർക്കാണ് കാര്യങ്ങൾ. ഒന്നും വേണ്ട, ഒരു നല്ലൊരു ഫുഡ്, അല്ലെങ്കിൽ കുറച്ച് മിഠായിയോ അല്ലെങ്കിൽ കേക്കോ എന്താന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കുട്ടികൾക്കോ അല്ലെ, ഓർഫനേജ് ഉണ്ട്, കുട്ടികളുണ്ട്, ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുകയാണെങ്കിൽ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുകയാണെങ്കിൽ നമ്മളെ മൈൻഡിൽ വല്ലാത്തൊരു എന്താ പറയാ ഒരു സന്തോഷം നിറയും അല്ലെ. നമ്മുടെ ഹാപ്പി ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും അല്ലെ. സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും നമ്മൾ മറ്റുള്ളവർക്ക് സർവീസ് ചെയ്യുന്നതിലൂടെ, മറ്റുള്ളവരെ ഹാപ്പി ആക്കുന്നതിലൂടെ.
അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് എനിക്കില്ലാത്തത് എനിക്കില്ല, ആ കാറിന് ആ കളറാണ്. ആ കളർ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ കാർ ഇല്ലാതെ സൈക്കിള് പോലും ഇല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തത്. ഇതുപോലെയുള്ള ആളുകളെ ഒന്ന് നോക്കുക. എനിക്കിന്ന് എന്റെ വീട്ടില് മക്കളുണ്ട്, കുട്ടികളുണ്ട്, ഫാദർ ഉണ്ട്, മദർ ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. പക്ഷെ ഇതില്ലാത്ത ആളുകള് നമ്മുടെ ചുറ്റും പല ആളുകളും ബന്ധങ്ങളിൽ അവരുടെ ഫിനാൻഷ്യലി അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഒരുപാട് വിഷമിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോ നമുക്ക് നമ്മുടെ ഒരു വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്നവരുണ്ടാവാം. അവരുമായിട്ട് ഒന്ന് സംസാരിച്ചു നോക്കുക. അവരൊന്ന് കേട്ടു നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ പ്രശ്നങ്ങൾ എത്രയോ ചെറുതാണ്. അപ്പൊ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ കേൾക്കാനായിട്ട്, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. നമുക്ക് ഇല്ലാത്തതിലേക്ക് നോക്കുന്നതിന് പകരം ഉള്ളതിലേക്ക് നോക്കുക. ഉള്ളതിലേക്ക് നോക്കി മറ്റുള്ളവർക്കും കൂടെ എനിക്കുള്ളത് എന്റെ മാത്രം ഇല്ല, ഈ ഭൂമിയിൽ നമ്മൾ എന്ത് വന്നിട്ട് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാത്രം ഉള്ളതല്ല അത്, അല്ലെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറയുന്നുണ്ട്, നമ്മുടെ എത്രയും നമുക്ക് ഇതുണ്ടെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കുക എന്ന് പറയില്ലേ, ഇത്രയും നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഒരു പെർസെന്റേജ് മറ്റുള്ളവർക്കുള്ളതാണ്, അല്ലെ? അപ്പൊ നമ്മളിലേക്ക് മാത്രം നോക്കാതെ മറ്റുള്ളവരിലേക്ക് നോക്കുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രാക്ടീസ് സെൽഫ് ലവ്. നമ്മൾ സ്വന്തത്തെ സ്നേഹിക്കാനായിട്ട് പഠിക്കാം. നമ്മൾ ഒരുപാട് ആളുകളെ അല്ലെ എങ്ങനെ ഹാപ്പി ആക്കാം, ഹസ്ബൻഡിന് എങ്ങനെ ഈ ഫുഡ് ഇഷ്ടപ്പെടില്ല, അപ്പൊ ഇതുണ്ടാക്കി കൊടുക്കാം, മോന് ഇന്ന് ഈ കറിയാണ്, ഇനി ചിക്കൻ അവന് പറ്റില്ല, അപ്പൊ ഞാൻ ബീഫ് ഉണ്ടാക്കി കൊടുക്കാം, അത് ചെയ്യാം, ഇത് ചെയ്യാം, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം, നൂഡിൽസ് ഉണ്ടാക്കാം. ഇങ്ങനെ തത്രപ്പാടിൽ ഇങ്ങനെ ഓടി നടക്കാതെ നമ്മുടെ മൈൻഡിനോട് ഒന്ന് ഇരുന്നിട്ട് ചോദിക്കുക, ഇന്ന് എനിക്ക് എന്താണ് വേണ്ടത്, ഞാനിപ്പോ എന്ത് ചെയ്താലാണ് ഞാനൊന്ന് ഹാപ്പി ആകുക. ഞാനൊന്ന് ഇരുന്നിട്ട് ഒന്ന് ആ സോഫയിൽ ഒന്ന് വളരെ ഫ്രഷ് ആയിട്ടിരുന്ന് നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും നല്ലൊരു എന്താ പറയാ ഒരു കപ്പോ ജാറോ എന്താന്ന് വെച്ചാൽ അതിൽ നല്ലൊരു ജ്യൂസ് കുടിക്കുക, അല്ലെങ്കിൽ നല്ലൊരു കോഫി കുടിച്ചു നോക്കുക, അല്ലെങ്കിൽ ഒരു ഇത്തിരി ബിരിയാണി ആണെങ്കിൽ ബിരിയാണിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഉണ്ടാക്കി നോക്കുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല വിലപിടിപ്പുള്ള നമ്മളൊക്കെ മാറ്റി വെച്ച ഒരു ബെഡ്ഷീറ്റ് ഉണ്ടാവില്ലേ, ഒരു പില്ലോ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഒരു റൂം ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ആർക്കാ ഉപയോഗിക്കാനാണ് അതൊക്കെ, അല്ലെ? പല വീടുകളിലും കാണുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഇങ്ങനെ മാറ്റി എടുത്തു വെച്ചേക്കും. ഏതോ കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന ഒരു വിരുന്നുകാരനോ ഒരു വിരുന്നുകാരിക്കോ വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കാണ് ഏറ്റവും നല്ല ഡ്രസ്സും പാത്രങ്ങളും, അല്ലെ? അതൊക്കെ എടുത്ത് നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കുക, എൻജോയ് ചെയ്യുക. ഓക്കെ, നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ആരെ സന്തോഷിപ്പിക്കാൻ നോക്കിയിട്ടും ആരുടെ പുറകെ നെട്ടോട്ട് ഓടിയിട്ടും ഒരു കാര്യമില്ല. നമ്മുടെ ഉള്ളിലുള്ള ആ വിങ്ങുന്ന ആ ഒരു മറ്റുള്ളവർക്ക് വേണ്ടി വിങ്ങുന്ന ആളെ നമ്മൾ സ്വയം ഒന്ന് ആശ്വസിപ്പിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നതാണ് ഫോർഗീവ്നെസ്സില് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കേണ്ടത് നമുക്ക് തന്നെയാണ്. കാരണം നമ്മൾ ബ്ലെയിം ചെയ്ത് ഇത്രയും മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നമ്മളെ മൈൻഡ് തിരിഞ്ഞു നോക്കാത്ത ഇത്രയും നമ്മൾ ദുഷ്ടത്തരങ്ങൾ ചെയ്ത് കൂട്ടിയ നമ്മളോട് തന്നെ നമ്മൾ ഫോർഗീവ്നെസ് ചോദിക്കുക, നമ്മളോട് ക്ഷമാപണം നടത്തുക. പിന്നെ അതുപോലെ നമ്മൾ കാരണം ആരെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമാപണം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഇങ്ങനെ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾക്ക് ആരെങ്കിലും നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കുക, നമ്മൾ ചെയ്തവർക്ക് ഇങ്ങോട്ട് നമ്മൾ ക്ഷമ ചോദിക്കുക. ഇതുപോലെ അല്ലെ? അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു കറയായിട്ട് അത് കടന്നുകൊണ്ട് എപ്പോഴും ഒരു അസ്വസ്ഥത, ഒരു പുഴുക്കുത്ത് പോലെ നമ്മുടെ ഉള്ളിൽ കിടക്കും. അതുകൊണ്ട് നമ്മുടെ മൈൻഡിനെ ക്ലീൻ ആക്കുക. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് എന്തെങ്കിലും എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടോ, സാരമില്ല, അത് അവരുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ എന്താ പറയാ ക്ഷമാപണം നടത്തുക. അതുപോലെ അവരോട് ക്ഷമിച്ചു കൊടുക്കുക, അല്ലെ? ദൈവം പറയുന്നുണ്ട് അല്ലെ, നമ്മൾ മറ്റുള്ളവർക്ക് ക്ഷമിച്ചു കൊടുത്താലാണ് ദൈവം നമുക്ക് ക്ഷമിച്ചു തരിക എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അവർക്ക് ക്ഷമിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ഉള്ളതിൽ നന്ദി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കുറവുകളിലേക്ക് ഇങ്ങനെ നോക്കി, ഇല്ലാത്തവരത് നോക്കി, മറ്റുള്ളവരെ നമുക്ക് തന്ന പ്രശ്നങ്ങളെ നോക്കി നമ്മൾ പ്രശ്നങ്ങൾ കൂടുതൽ വലുതാക്കി മെന്റലി സിക്ക് ആകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഏറ്റവും നല്ലതാണ് മെന്റൽ ഹെൽത്ത്. ഉസ്മാൻ സർ നല്ല എൻജോയ് ചെയ്ത് പിന്നെ കട്ടൻ ചായ എൻജോയ് ചെയ്ത് കുടിക്കും, മൈൻഡ്ഫുൾ ആയിട്ട് കുടിക്കും കേട്ടോ. അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് ഇല്ലേ, നമുക്ക് നമ്മുടെ ദൈവം തമ്പുരാന് പടച്ചവന് സൃഷ്ടാവ് ഈ ഒരു കോഫി പിടിച്ചു കുടിക്കാനുള്ള ഒരു കഴിവ് തന്നിട്ടുണ്ട്. അതില്ലേ
പല ആളുകൾക്കും ഈ കോഫി കുടിക്കാൻ പറ്റില്ല അല്ലേ? നമുക്കറിയാം പിന്നെ ഈ കിഡ്നിക്ക് പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ ഒരു ദിവസം 500 ml വെള്ളമേ കുടിക്കാൻ പറ്റുള്ളൂ. അത് ഇനി ചായ ആണെങ്കിലും കോഫി ആണെങ്കിലും ആകെ ഗുളിക കുടിക്കുന്ന വെള്ളമാണെങ്കിലും മെഷർ ചെയ്യുന്നത് 500 ml എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ട്, ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ. അപ്പോ നമ്മൾ എത്രയോ ഭാഗ്യവാനും ഭാഗ്യവതികളുമാണ്. നമുക്ക് എത്ര വെള്ളം നമ്മുടെ ഇഷ്ടത്തിന് കുടിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? അതൊന്നും മാറിക്കഴിയുമ്പോഴാണ് നമുക്ക് അയ്യോ ഇതിന് ഇത്രയും വില ഉണ്ടായിരുന്നു എന്ന്. അവരുടെയൊക്കെ തൊണ്ട ഇങ്ങനെ വരളുമ്പോ അവർ കെഞ്ചാറുണ്ട്, എനിക്ക് ഇത്തിരി വെള്ളം തരുമോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ? നമുക്കറിയാം ഷുഗർ ഉള്ള ആളുകൾക്ക് അവർക്ക് ഒരു ജീവിതത്തിൽ ഒരു സർട്ടൻ സ്റ്റേജിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട ആളുകളാണ്, പ്രവാസികളായിട്ട് അല്ലെങ്കിൽ വേറൊരു ജോലിയിൽ പലതരത്തിലുള്ള ജോലികളിലൊക്കെ ആയിട്ട് പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ സഹിച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം എന്ന് ആ ഒരു സ്റ്റേജിൽ എത്തുമ്പം എന്താവും, അവർക്ക് ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോൾ ആയി. അപ്പൊ അത് കഴിക്കാൻ പറ്റില്ല, ഇത് കഴിക്കാൻ പറ്റില്ല. ഇതുവരെ അവര് കഴിച്ചിട്ടുണ്ടാവില്ല, ഒന്ന് ശരിക്കൊന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. ഇനി എന്റെ ഇത്രയും കാലം ഞാന് ഇത് കഴിഞ്ഞാല് അതെന്താ വിചാരിക്കാം, എന്റെ മക്കൾ എനിക്ക് വീടാവട്ടെ. ആ വീടായി. അപ്പൊ വീടാവുമ്പോൾ ഞാനൊന്ന് എൻജോയ് ചെയ്തിരിക്കാം, എന്നിട്ട് വേണം ഇവിടെ പ്രവാസ ജീവിതത്തിൽ നിന്നൊന്ന് വിട്ടുപോയിട്ട് നാട്ടിൽ പോയിട്ട് എൻജോയ് ചെയ്യാൻ. അപ്പോഴാണ് ഇവരെ മക്കളുടെ എഡ്യൂക്കേഷൻ. നിങ്ങൾ ഇപ്പൊ തന്നെ വരണ്ടാവും, മക്കളെ പഠിപ്പിക്കണ്ടേ അല്ലെ? അപ്പൊ ആ മക്കളുടെ എഡ്യൂക്കേഷൻ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, ആ മോളെ കെട്ടിക്കണ്ടേ, മോളെ നല്ലൊരാളുടെ കൂടെ പിടിച്ചു കൊടുക്കണ്ടേ, ആ മോളെയും പിടിച്ചു കൊടുത്തു. അങ്ങനെ ആയുസിന്റെ 10ഓ 25ഓ 30ഓ വർഷമോ 40 വർഷമൊക്കെ അവിടെ നിന്ന് വീട് വരുമ്പോ ആകെ ആള് ഒന്നും ഉണ്ടാവില്ല അല്ലെ? ജോലിയും പോയി, കിട്ടുന്ന അപ്പം ഒറ്റയ്ക്ക് നമുക്ക് ഏൺ ചെയ്യുന്ന ഇതും കൂടെ മാറി കഴിയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഇതാണ്. നമുക്ക് ഇത്രയും നാളും ക്യാഷ് ഉണ്ടായിരുന്നു, ക്യാഷ് ഇങ്ങനെ എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നു, അതില്ല. വീട്ടിൽ വരുമ്പം ഒരുപാട് പ്രശ്നങ്ങള്, മറ്റുള്ളവർക്ക് ഒരു ബഹുമാനം ഇല്ല, അതുപോലെ തന്നെ അസുഖമാണ്, മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഫ്രണ്ട്സ് ഇല്ല അല്ലെ? കുറെ നാളൊക്കെ പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഉള്ള ഫ്രണ്ട്സ് ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അവരൊക്കെ വേറെ ഒരു രീതിയിലേക്ക് അവർ അവിടെ നിന്നൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ആരും ഇല്ലാത്ത പിന്നെ അതുപോലെ വീട്ടിൽ വന്നാലും മറ്റുള്ളവർ പിന്നീട് ഈ ക്യാഷ് കിട്ടിക്കൊണ്ടിരുന്നത് ഇല്ലാതാവുമ്പം ഇങ്ങോട്ട് തിരിച്ച് ആളുകൾ പറയാൻ തുടങ്ങും, നിങ്ങൾ ഒന്നില്ല, നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം, നിങ്ങൾ എന്തുണ്ടാക്കി എന്നൊക്കെ ചോദിക്കുമ്പോ ആ ചോദ്യം ചെന്ന് കൊള്ളുന്നത് ഹൃദയത്തിന്റെ അങ്ങേ അറ്റത്തേക്കായിരിക്കും തുളച്ചു കയറുന്നത് അല്ലെ? ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സെൽഫ് ലവിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് കേട്ടോ. മൈൻഡ്ഫുൾനെസ് നമുക്ക് എന്താണ് ഉള്ളത് അത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു പാർട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം അതൊരു ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോ നമ്മുടെ ഒരുപാട് പാരന്റ്സ് ഉണ്ട് അല്ലെ മക്കൾക്ക്, ഞാൻ അടങ്ങുന്ന നിങ്ങൾ അടങ്ങുന്ന എല്ലാ പാരന്റ്സും ഒരുവിധം പാരന്റ്സ് എല്ലാം നോക്കുന്നത് ആർക്കാണ്, നമ്മുടെ മക്കളിലേക്ക്, മറ്റുള്ളവരിലേക്ക് എന്ന് നോക്കി 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 ലാസ്റ്റ് എത്തുമ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സൗന്ദര്യം പോയിട്ടുണ്ടാവും, നമ്മുടെ ഇല്ലേ മുട്ടോളത്തുനിന്ന് മുടി പോയിട്ടുണ്ടാവും, ശരീരത്തിന്റെ അല്ലെ ആണുങ്ങളൊക്കെ ആണെങ്കിൽ നല്ല ഹെയർ സ്റ്റൈലിലും നല്ല താടിയും ഇതൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ നോക്കുമ്പോഴായിരിക്കും നരച്ച് ചുക്കിച്ചൊളിഞ്ഞ ഒരു പോലെ ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാം, അതിന്റെ മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി നിങ്ങൾ ഈ ഒരു സ്റ്റേജിലാണ് ഉള്ളത് എങ്കിലും, നരച്ചിട്ടുണ്ട് എങ്കിലും, ചുക്കിച്ചൊളിഞ്ഞിട്ടുണ്ട് എങ്കിലും ഇറ്റ്സ് ഓക്കെ, ഐ ലവ് ആൻഡ് അക്സെപ്റ്റ് മൈസെൽഫ് എന്ന് പറയാം. നാം എങ്ങനെയാണോ ഉള്ളത് നിങ്ങളെ ആ ഒരു 16-കാരന്റെ ആ ഒരു സ്റ്റേജിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. കാരണം എനിക്കിപ്പോ ഇനി പോയിട്ട് ഞാൻ പാർക്കിലൊക്കെ പോയാൽ നന്നായിട്ട് എൻജോയ് ചെയ്യും, ഊഞ്ഞാലാടും, കളിക്കും ഒക്കെ ചെയ്യും. കാരണം നമ്മൾ എന്ന് പറയുന്ന ഒരാള് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് പോയിട്ട് എന്റെ 16-ൽ പോയിട്ട് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാരന്റ്സിന് പല കാര്യങ്ങളും നമ്മൾ ഇന്നും നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ പാരന്റ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ? അന്ന് അങ്ങനത്തെ ഒരു സ്റ്റേജ് ആയിരുന്നു. എല്ലാവരുടെയും വീട്ടിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാത്ത മിസ്സിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇന്ന് ഈ അവസ്ഥയില് ഈ സിറ്റുവേഷനിൽ ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങളുടെ ശരീരത്തിന്റെ മനസ്സിന്റെ ആരോഗ്യത്തെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക. ഞാൻ എന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? എക്സസൈസ് അല്ലെ, നമുക്ക് എക്സസൈസ് ചെയ്യാം, യോഗ ചെയ്യാം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്താണോ അല്ലെ? ഉസ്മാൻ സർ ഉസ്മാൻ സാറ് നമ്മുടെ ഈ ബാച്ചിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ബാച്ചിലെ ആളാണ് കേട്ടോ.
ഉസ്മാൻ സാറും അതുപോലെ ഗഫൂർ സാറൊക്കെ ഉണ്ട്. അതെ, ഗഫൂർ സാറും ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷാണ്. നിങ്ങളോടൊക്കെയാണ് പറയുന്നത്. ഈ ഒരു നിമിഷത്തില് താരിഖ് സാർ, വത്സല മാമിനെ പിന്നെ പറയണ്ട. വത്സല മാം ഓൾറെഡി ഹൈയിലാണ്, അതുകൊണ്ടാണ് വത്സല മാമിനോട് പറയാത്തത്. ഓക്കെ, അപ്പൊ നല്ലോണം ഈ ഒരു അവസരത്തിൽ നമ്മൾ എന്തായിക്കോട്ടെ, നമുക്ക് നമ്മൾ ജീവിക്കാം, എന്നിട്ട് മറ്റുള്ളവരിലേക്ക് നോക്കി അവർക്ക് എന്താണോ പറ്റുന്നത് അവരെ ഹെൽപ്പ് ചെയ്യാം. അതാണ് ലൈഫ്, അല്ലെ? നമ്മള് പറഞ്ഞത് എന്താ? ക്യാഷ് ഉണ്ടാക്കണം, ക്യാഷ് ഉണ്ടാക്കണം, ക്യാഷ് ഉണ്ടാക്കണം. കെട്ടി 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 വെച്ചിട്ട് ഒരു പ്രയോജനമൊന്നുമില്ല. അത് അനുഭവിക്കുകയാണ് വേണ്ടത്, അല്ലെ? ക്യാഷ് എന്ന് പറഞ്ഞാല് കെട്ടി വെക്കേണ്ട സാധനമല്ല, അത് ഓടി നടക്കേണ്ട സാധനമാണ്. അതിങ്ങനെ ഓടി ഓടി നമ്മളിലേക്ക് വന്നു കൂടുതൽ 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 വന്നുകൊണ്ടിരിക്കണം, അല്ലെ? എൻജോയ് ചെയ്യുക. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് എത്ര ഏജ്ഡാണെങ്കിലും അവരോട് നന്നായിട്ട് തുറന്ന് സംസാരിക്കുക. അവരുടെ നല്ല ഫ്രണ്ട് ആവുക. വീട്ടിൽ അതേപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ലൈഫിലെ ഏതൊരു വിഷമത്തെ അവസ്ഥയിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് ഈ ലൈഫ്. അത് തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തെ കീപ്പ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഖുർആൻ പറയുന്നുണ്ട്, എൻകറേജിങ് ഫെയ്ത്ത്, പേഷ്യൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ജസ്റ്റിസ് ആൻഡ് സീക്കിംഗ് നോളജ്. നമ്മുടെ നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം, ക്ഷമയുണ്ടായിരിക്കണം, നന്ദി ഉണ്ടായിരിക്കണം, നീതി ഉണ്ടായിരിക്കണം, അതുപോലെ നമ്മൾ നോളജ് അക്വയർ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നോട്ട് എ ഡെസ്റ്റിനേഷൻ ബട്ട് എ പ്രോസസ്. ഇറ്റ്സ് അബൌട്ട് ഹൗ യു ഡ്രൈവ്, നോട്ട് വെയർ യു ആർ ഗോയിങ്. നമ്മുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു യാത്രയാണ്, അതൊരു പ്രോസസ്സാണ്. അത് നിങ്ങൾ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു എന്നുള്ളതാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബൈബിളിൽ പറയുന്നത്, ദൈവത്തിനെ ഗോഡ് അണ്ടർസ്റ്റാൻഡ് ദ ക്രൈസ് ഓഫ് യുവർ ഹെഡ്സ് ഈവൻ വെൻ ദേ ആർ ടു ഡീപ് ഫോർ വേർഡ്സ്. നമ്മുടെ വാക്കുകൾ എത്ര ആഴത്തിലുള്ളതാണെങ്കിലും ദൈവം നമ്മുടെ കരച്ചിൽ കേൾക്കുന്നു എന്നാണ് ബൈബിള് റോമൻ 8:26 പറയുന്നത്. അതായത് നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിലുള്ള വിളികൾ, അതായത് നമ്മുടെ ഇമോഷൻ എന്തായിക്കോട്ടെ, സ്ട്രെസ് എന്തായിക്കോട്ടെ, എത്ര ഡീപ്പിലാണ് നമ്മൾ ഇതുള്ളത്, എത്ര വിഷമത്തിലാണോ നമ്മൾ ദൈവം ഈ ഒരു അവസ്ഥയിൽ കാണുന്നത്, അത് ദൈവം അറിയുന്നു എന്നുള്ളതാണ്, അല്ലെ? നമ്മൾ പറയാറുണ്ട്, ഇന്നിപ്പോ ഒരു സിറ്റുവേഷൻ നമുക്ക് അത്രയും ഹാർഡായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനൊരു നല്ലൊരു ദിവസം, ഇതിപ്പോ നമ്മൾ എത്രയും പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല, അതുപോലെ എന്ത് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ മാറുന്നില്ല എങ്കിൽ അതിന് ദൈവം വേറൊരു സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്, നമുക്കൊരു വേറൊരു സൊല്യൂഷൻ വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്, അല്ലെ? അതുപോലെ നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ദ കീ ടു ഹാപ്പിനെസ് ഈസ് റിഡക്ഷൻ ഓഫ് ഡിസേഴ്സ്. നമ്മുടെ അമിത ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ, ഒരുപാട് ആഗ്രഹങ്ങൾ ഇങ്ങനെ കുന്നുകൂട്ടി ഇങ്ങനെ വെക്കുന്നത് നമുക്ക് എന്ത് ഉണ്ടാവും? നമ്മുടെ ഹാപ്പിനെസ് കുറയും. അതുകൊണ്ട് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ ഒരുപാട് അത്യാഗ്രഹങ്ങൾ കുറയ്ക്കുക, അല്ലെ? അതുകൊണ്ട് തന്നെയായിരിക്കും പല ആളുകൾക്കും ഡിപ്രഷനും ആൻസൈറ്റി ഒക്കെ വരുന്നത്. ഒരുപാട് വേണ്ടാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാക്കാതെ ഉള്ളതിൽ ആസ്വദിച്ച് നമുക്ക് ആസ്വദിക്കണം കേട്ടോ. വലിയത് സ്വപ്നം കാണും, ബിഗ് ഡ്രീംസ് നമുക്ക് ഉണ്ടായിരിക്കണം, പക്ഷെ ഉള്ളതിൽ നമ്മൾ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോ നമ്മുടെ മാനസിക ആരോഗ്യത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട്, അല്ലെങ്കിൽ തുടങ്ങാത്തവരുണ്ടെങ്കിൽ അതിന് വേണ്ട സ്റ്റെപ്സുകൾ എടുത്തുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഇപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ, മറ്റുള്ള ആക്ടിവിറ്റിയിൽ മുഴുകുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തില് എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺസ് ഉണ്ടാവുന്നുണ്ട്. അതിലൂടെ നമുക്ക് പ്ലഷർ ഉണ്ടാവുന്നുണ്ട്, ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ വെറുതെ ചടഞ്ഞുകൂടിയിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ ഇത്രയാണ് സമയമായതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പറയൂ. താങ്ക് യു. ഗീത മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. വീഡിയോയില് വരാൻ പറ്റുമോ? ഇല്ല മാം, എപ്പോഴും ഈ ടൈം നമ്മുടെ ആയുധം വെച്ചുള്ള കളിയാ കിച്ചണില്. നമുക്ക് ഹോട്ടലല്ലേ, ഹസ്ബൻഡിനെ സഹായിക്കാനുള്ളതാണ്. അപ്പം മാമിന്റെ ഇന്നത്തെ ക്ലാസ് സൂപ്പർ ആയിട്ടുണ്ട്.
നമ്മള് താങ്ക് യു. അഡ്വാൻസ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഓരോ ദിവസവും നല്ല നല്ല റിസൾട്ട് ആണ് ഞാൻ നേടിയിരിക്കുന്നത്. നല്ല പ്രാക്ടീസാണ്. ഡെയിലി 5ഉം 7ഉം എക്കോ എടുക്കും. ബേസിക് കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്യും. അതിലൂടെ ഞാൻ 2 പേർക്ക് ഹാൻഡ്സൈറ്റിംഗ്, ഡിപ്രഷൻ, ബൈപ്പോളാർ ഡിസോർഡർ ഒക്കെ ഞാൻ മാറ്റിക്കൊടുത്തിട്ടുണ്ട്. കുടുംബത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ടാപ്പിംഗ് മാത്രം ബേസിക് ചെയ്തിട്ടേ അവർക്ക് നല്ല റിസൾട്ട് നേടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കുടുംബത്തിലെ റിലേഷൻ ഭയങ്കര സെറ്റായി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിക്കുകയാണ്. ഈ ചിങ്ങം ഓണത്തിന് എല്ലാവരും ഒന്നിച്ച് ഒരു 60 അംഗം കുടുംബങ്ങൾ പല ജില്ലയിലായിട്ട് ഇരിക്കുകയാണ്. അവരെല്ലാവരും ഒരു വീട്ടിൽ വന്ന് ഹാപ്പിയായി എൻജോയ് ചെയ്യാൻ പോവാണ്. എന്റെ ഹെൽത്ത് ആയാലും വെൽത്ത് ആയാലും എവിടെ പോയാലും എൻ്റെ എല്ലാ ജോബും കറക്റ്റ് ആയിട്ട് എനിക്ക് ചെയ്തു തീർക്കാനും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. എൻ്റെ മൈൻഡ് ഹാപ്പിയാണ്. ഓരോ നിമിഷവും എവിടെ പോയാലും അത്രയും ഫീൽ ചെയ്ത് എൻജോയ് ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഒരു ടെൻഷനേ ഇല്ല. എത്ര ജോബും എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ. താങ്ക് യു സോ മച്ച്. എൻ്റെ ഫസ്ലസ് മാമിന്റെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് റെക്കോർഡായിട്ട് അയച്ചു തരും. അതിലൂടെ പ്രാക്ടീസ് ചെയ്ത് നല്ല റിസൾട്ട്. കാരണം എനിക്ക് ഫസ്റ്റ് ഒരു PC ഇല്ലായിരുന്നു. അവര് ഉമ്മറയ്ക്ക് പോയത് കൊണ്ട് ഒരു 5 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മാക്സിമം അവരിനെ യൂട്ടിലൈസ് ചെയ്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ല പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആണ്. അതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. പിന്നെ എനിക്ക് എല്ലാവരിനെയും സ്നേഹിക്കാൻ, പുറത്തു കൊടുക്കാൻ മനസ്സ് ശാന്തമാണ്. അതുമാതിരി ഓരോ മെഡിറ്റേഷൻ എടുക്കുമ്പോഴും ഈ ലോകത്തേ അല്ല ഞാൻ. എന്നെ തട്ടി ഉണർത്തുമ്പോഴാണ് ഞാൻ ഉണരുക. അത്രയ്ക്ക് പറഞ്ഞാൽ തീരാൻ പറ്റാത്തത്. ഇപ്പൊ ഈ ക്ലാസ് കേൾക്കുമ്പോഴും ഞാൻ പല ജോലികൾ 2 അടുപ്പ് കത്തുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഹെഡ്സെറ്റ് വെച്ച് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞ പോയിന്റ് അച്ചട്ട് നമ്മൾ ലൈഫിൽ ഉൾപ്പെടുത്തുക, മറ്റുള്ളവരിനെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ കുറെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനിയും നന്നായി പ്രാക്ടീസ് ചെയ്യും. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു ഗീത മാം ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. ഒരുപാട് സന്തോഷം. ഓക്കെ, നമുക്ക് സമയമായതുകൊണ്ട് നിങ്ങൾ ഒന്ന് ചുരുക്കി പറയണേ. ഓക്കെ, ഹലോ, അസ്സാം വലൈക്കും, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. മാം. ഇന്നത്തെ എല്ലാ ക്ലാസ്സുകളും ഉഷാറാണ്. മാമിന്റെ ക്ലാസ് ഇങ്ങനെ ഇടക്കിടക്ക് എല്ലാവർക്കും കിട്ടണം. നമ്മള് കുറെ ആൾക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടായി വന്ന സമയത്തൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വലിയ അനുഗ്രഹം വരുന്നത്. അതായത് ഒരു ഭ്രാന്ത്, അതായത് മാനസികമായ സുഖമില്ലാത്ത ഒരാള് നമ്മളെ വീട്ടിന് മുമ്പിൽ വന്ന് കുത്തിരിക്കുകയായിരുന്നു. 11 മണിയാകുമ്പോൾ അവിടെ വീട്ടിന്റെ കടന്റെ മുമ്പിൽ ഇരിക്കുന്നു. എനിക്ക് എന്റെ കണ്ണിലേക്ക് അത് എത്തിപ്പെട്ടു. അവസാനം അവരെ ഞാൻ വിളിച്ചു കൊണ്ടുവന്നു. അപ്പം പറഞ്ഞു, ഞാൻ നിങ്ങളെ തെരഞ്ഞു വന്നതാണ്, നിന്റെ വീട് തെരഞ്ഞു വന്നതായിരുന്നു, ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നു, വീട് പൂട്ടിയ കാരണം അവർ പുറത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവരെ കൊണ്ടുപോയി ആസ്പത്രിയിൽ കൊണ്ടുപോയി. മോനോട് വണ്ടി എടുക്കാൻ പറഞ്ഞു, ആസ്പത്രിയിൽ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ ഉമ്മാനെയും കൂട്ടി വരണം പറഞ്ഞു. അങ്ങനെ അവര് ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് പറ്റി. ഇതുപോലെ വേറെ 2 സഹോദരിമാരെയും ഇതുപോലെ പറ്റി. അപ്പൊ മാം പറഞ്ഞ പോലെ വീട്ടിലുണ്ടാകുന്ന ഈ ട്രോമകള്, അതുപോലെ തന്നെ സെക്ഷൽ ബുദ്ധിമുട്ടുകള്, സെർവന്റായി നിൽക്കുമ്പോൾ അവരുടെ ആ സെർവന്റ് അവരെ പീഡിപ്പിച്ചത്, ഇതെല്ലാം ആ കുട്ടി അധികം ആയ സമയത്ത് ആ കുട്ടി വിളിച്ചു പറയുമായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് എന്തൊക്കെയോ ട്രോമകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പലതരത്തിൽ മനസ്സുള്ളവർക്കൊക്കെ തന്നെ ഇത്തരം ചെറിയ ട്രോമകൾ ഇല്ലാതെ ഇരിക്കില്ല എന്നാണ് എന്റെ ചിന്ത. അതായത് ഒരു ആൺകുട്ടിയാണെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിലും ജീവിതത്തിൽ ഇതെല്ലാം സംഭവിച്ചിരിക്കും. അപ്പൊ ഇതിനെയൊക്കെ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ദൈവിക വിശ്വാസം തന്നെയാണ്. ദൈവമാണ് നമ്മളെ സംരക്ഷിക്കണം എന്നുള്ള ഒരു തോന്നൽ മനസ്സിലേക്ക് വരണം. നമ്മൾ ഏതെങ്കിലും ഒരു ഇതിലേക്ക് നമ്മളെ ഒരു അത്താണി നമുക്ക് വേണമല്ലോ, ഒരു എന്ത് വന്നാലും ഒരു തൂണ് വേണമല്ലോ, നമുക്ക് വീഴുമ്പോൾ പിടിക്കാൻ പറ്റിയത് ഒരു തൂണ് ആവശ്യമാണ്. അതുപോലെ ഒരു തൂണ് തന്നെയാണ് നമുക്ക് EFT ഇപ്പൊ എനിക്ക് ഈ ജീവിതത്തിൽ കിട്ടിയത്. എനിക്ക് വലിയൊരു ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. വളരെ താങ്ക് യു. അപ്പൊ നമ്മളെ പറഞ്ഞത് ഇത് തന്നെയാണ്. നമ്മളിപ്പോ സെൽഫ് ലവ് ആണെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ, അവയർനെസ് ആണെങ്കിൽ, ഞാൻ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നമ്മുടെ EFTയിൽ നമ്മൾ കൊണ്ടു നടക്കുന്നതാണ്. മൈൻഡ്ഫുൾനെസ്, അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുന്നത്, ഫിസിക്കൽ എക്സസൈസ്, ഇതെല്ലാം നമ്മുടെ EFT കോഴ്സിൽ നമ്മൾ എൻകറേജ് ചെയ്യിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇതിലൂടെ ഒരുപാട് ആളുകൾക്ക് മെന്റലി ഒരുപാട് തളർന്നു പോയിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ട് അവര് നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ EFTയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിലൂടെ ഈ ഒരു EFT എന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക്
തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് വരുന്നത് സെപ്റ്റംബർ 9th, ഈ മാസം 9th നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഈ സെഷനിലേക്ക്, നമ്മുടെ സെപ്റ്റംബർ 9th നടക്കുന്ന സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. സോറി, സെപ്റ്റംബർ 12th. ഓക്കെ ഓക്കെ, ഗുഡ് മോർണിംഗ്. ആരാണ് സംസാരിക്കുന്നത്? ജസീല മാം, സംസാരിച്ചോളൂ. ഹലോ മാം, ഗുഡ് മോർണിംഗ് മാം. വെരി ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു, സൂപ്പർ ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഞാൻ മൈൻഡ് മാസ്റ്ററി 4th ബാച്ചിലുണ്ട് മാഡം. ഞാൻ എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എനിക്കും നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ ഇനിയും കൂടുതൽ റിസൾട്ടിൽ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണം, ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. വളരെ നല്ല റിസൾട്ടാണുള്ളത്, വളരെ നല്ല പ്രവൃത്തിയാണ് മാമും മാമിന്റെ ടീമും ചെയ്യുന്നത്. നന്ദി, വളരെ സന്തോഷം മാഡം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ജസീല മാം. താങ്ക് യു. നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഒക്കെ ഒരുപാട് പേരിലേക്ക് ഇത് എത്തുന്ന രൂപത്തില് നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹം അല്ലെ. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ ഈ കോഴ്സ് ചെയ്തത് കൊണ്ടാണ് അല്ലെ. അപ്പോ എല്ലാവരും മുന്നിലേക്ക് വരിക, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആസ്വദിക്കുക, അനുഭവിച്ചറിയുക, എന്നിട്ട് ആ അനുഗ്രഹങ്ങളെ ആസ്വദിക്കുക. ഓക്കെ, ഗുഡ് മോർണിംഗ്. സജിന മാം പറയൂ. മോർണിംഗ്, ഷിജിനയാണ്. പറയൂ. നല്ല ക്ലാസ് ആയിരുന്നു. നമ്മൾ ഒരുപാട് സന്തോഷത്തിലാണ് ഇപ്പോൾ. ആരെങ്കിലും EFT വരാനുണ്ടെങ്കിൽ മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം. ഞാൻ ആദ്യം ഇതില് കേട്ട ഒരു ഇതെന്ന് പറഞ്ഞാല്, ഇതിൽ വന്നാല് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ കാശ് തിരിച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു റിസൾട്ട് കിട്ടില്ലേ കാശ് തിരിച്ചു മേടിക്കാന്ന് വിചാരിച്ചു വന്നത്. പക്ഷെ റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടും, ഒരു കാശ് തിരിച്ചു തരാനോ ഇടയാക്കത്തില്ല. കാരണം അതുപോലെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഒന്നുമില്ലെന്നാണ് നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾക്ക് എല്ലാം ഉണ്ടെന്ന് ഇതിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. ഒരുപാട് സന്തോഷം. തസ്ലീമ മാമിന് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ഇന്നത്തെ ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതുപോലെ റഫീഖ് സാറിന്, പിന്നെ എന്റെ PC ആയ ജുമൈല മാം, പിന്നെ ഞാൻ ഇതിൽ ഓരോരുത്തരെയും പേഴ്സണലായിട്ട് വിളിക്കാറുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും വത്സല മാമിന്റെ ഒക്കെ ഇത് ഗ്രൂപ്പിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നതിന് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. മാമിന്റെ ഒക്കെ വോയിസ് കേട്ടിട്ടാണ് ഞാൻ ഇതിൽ വന്നത്. പിന്നെ ഒരു സൽമാ മാം ഉണ്ട്, ഞങ്ങളുടെ ബാച്ചിലായിരുന്നു. ഇപ്പൊ മാമിനെ കാണുന്നില്ല. എല്ലാവർക്കും ഈ ഗ്രൂപ്പില് ഓരോരുത്തർക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. പുതിയതായിട്ട് ജോയിൻ ചെയ്യാനുള്ളവർക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. എല്ലാവരും EFT-യിലെത്തട്ടെ എന്ന് ആത്മാർത്ഥ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ആരാണ് സംസാരിക്കുന്നത്? സംസാരിച്ചോളൂ. ഹായ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. പിന്നെ ഞാന് 31ാമത്തെ ബാച്ചില് ജോയിൻ ചെയ്തതായിരുന്നു. അൽഹംദുലില്ലാ. അന്നൊന്നും റിസൾട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ മാം. ഒരുപാട് താമസിച്ചു പോയി. അന്ന് ക്ഷമ കുറവായിരിക്കാം. ഇറ്റ്സ് ഓക്കെ. ഇന്ന് ഞാൻ അനുഗ്രഹീതയാണ്, സന്തോഷവതിയാണ്, ആരോഗ്യവതിയാണ്, എല്ലാം നേടി. എനിക്കൊരുപാട് മണി ബ്ലോക്ക് പെട്ട ആളായിരുന്നു. ഓരോ ചെറിയ ചെറിയ അനുഗ്രഹം ഇന്നിങ്ങനെ റബ്ബ് മുന്നോട്ട് വലിച്ച് എല്ലാ അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. ഇതുപോലെ മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ക്ഷമയോട് കൂടി, പ്രാക്ടീസോട് കൂടി മുന്നോട്ട് പോകണം. എനിക്ക് പ്രാക്ടീസിന്റെ വഴികളൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ, പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടെ ഒരുപാട് ആളുകളിലേക്ക് ഞാൻ വീണ്ടും ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഓരോരുത്തർ തരുന്ന ഓരോരോ വാക്കുകളുണ്ടല്ലോ. സിയാദ്, അയ്യൂബ്, ഇവരൊക്കെ തന്ന ഓരോ വാക്കുകളാണ് ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് എനിക്ക് ഓക്കെ, താങ്ക് യു സോ മച്ച് ഫൗസിയ മാം. ഇനി ഒരുപാട് മാറ്റങ്ങൾ അല്ലെ, പ്രാക്ടീസ് ചെയ്താലും മാറ്റങ്ങൾ ഉണ്ടാവും, ഉറപ്പാണ്, 100% ആണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുക. ഒരുപാട് സന്തോഷം. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? നമ്മുടെ ടൈം ആയിട്ടുണ്ട്, പറയൂ കേട്ടോ, സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ് മാം.
ഗുഡ് ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരെയാണ്. ഒരുപാട് സന്തോഷം മാമിന്റെ ക്ലാസ് കേട്ടിട്ട്. ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഒരു ലവും തരാതെ എങ്ങനെയാ പോകുന്നേ? ബട്ട് താങ്ക് യു സോ ഞാൻ മച്ച്. താങ്ക് യു. ഞാൻ കിച്ചണിലാണ്, സോ ഐ കനോട്ട് കം ഇൻ ദ വീഡിയോ. ഷോൾ ഒരിടത്തും ഞാൻ ഒരിടത്തുമാണ്. സാർ മാം ഒരുപാട് സന്തോഷം മാം. എന്ന് പറഞ്ഞാല് മനുഷ്യരുടെ മനസ്സിന്റെ അകത്തോട്ട് ഇഞ്ചക്ഷൻ വെക്കുന്ന പോലെയാണ് മാമിന്റെ ഓരോ വാക്കും. ഒരുപാട് താങ്ക് യു സോ ഒരുപാട് നന്നായി പറയുന്നുണ്ട്. അതോടൊപ്പം റഫീഖ് സാറിന് ഒരു നീണ്ട ക്യൂ ആയിരുന്നു മോർണിംഗ് മെഡിറ്റേഷനിൽ. അപ്പൊ ഞാൻ അവിടെയും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടില്ല, അതിനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. ആൻഡ് തീർച്ചയായും. ഇതിലുപരി എനിക്ക് പറയാനുള്ളത് ഓരോരുത്തരോടും, മടിച്ചു നിൽക്കുന്ന ഓരോരുത്തരും, ഞാന് ഒരു ഇവരെ ലൈക്ക് സാറിനോ, സാറ് എനിക്കൊന്നും പൈസ തന്നിട്ടൊന്നുമല്ല, ഞാൻ പറയാ സത്യമായിട്ട് ഓരോരോ മനുഷ്യരുടെ മനസ്സിലും വ്യത്യാസം വരണം, സന്തോഷം വരണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് പറയാണ്. ആരെങ്കിലും വേണോ വേണ്ടേ വെച്ചിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കോഴ്സിന് എന്തായാലും കയറണം. ബിക്കോസ് നമ്മൾ ഇതിന്റെ അകത്ത് കയറി ഇത് പഠിച്ച് അതിന്റെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ചേഞ്ചസ് വരുന്നത്. അതിന് ഒരു ഭയങ്കര ഉദാഹരണമാണ് ഞാൻ. ഹെൽത്തിലും വെൽത്തിലും നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള നെഗറ്റിവിറ്റി ആയ തോട്ട്സും റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വന്ന് അതിന്റെ മണ്ടയിൽ നിന്ന് ഒരാളായിരുന്നു ഞാൻ. അതിൽ നിന്ന് ഞാൻ താഴോട്ട് വന്ന് ഇപ്പോൾ കുറച്ച് മനസ്സൊക്കെ ശാന്തമായി കൊണ്ടിരിക്കുകയാണ്. മൈൻഡ് മാസ്റ്ററി 3rd ബാച്ചിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അൽഹംദുലില്ലാ. താങ്ക് യു ഫോർ മൈ പേഴ്സണൽ PCA ഷാക്കിറ മാം ആൻഡ് ഓൾ ദ ടീച്ചേഴ്സ്. എല്ലാ ടീച്ചേഴ്സിനും ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്ന എല്ലാ ടീച്ചേഴ്സിനും മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന്, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് താങ്ക്സ് പറയാണ്. മാം, താങ്ക് യു. താങ്ക് യു സോ മച്ച് അനീഷ മാം. വളരെ സന്തോഷം. അതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് നിങ്ങളുടെ അടുത്തും എല്ലാവരുടെ അടുത്തും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? താങ്ക് യു മാം. ജാസ്മിൻ മാം സംസാരിച്ചോളൂ. ആദ്യം തന്നെ ഹലോ. മാമിന്റെ ക്ലാസ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. കേൾക്കാൻ പറ്റത്തില്ലേ? താങ്ക് യു. ഓ, കേൾക്കാം, പറഞ്ഞോളൂ. പിന്നെ ഞാൻ ഇന്നലെ രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി, അഫർമേഷൻ ഡിയർ മണിയെ കുറിച്ചാണ് എഴുതിയത്. ഞാൻ അൽഹംദുലില്ലാ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്ക് മെസ്സേജ് വന്നു, ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ വന്നിരിക്കുന്നു. അൽഹംദുലില്ലാ. ഒരുപാട് നന്ദി. ഇതിലേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞതിന് തന്നെ വലിയൊരു താങ്ക്സ്. റഫീഖ് സാറിന് ഒരുപാട് താങ്ക് യു പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ PCA മാമാര്, അതുപോലെ തന്നെ അഡ്വാൻസിൽ പങ്കെടുത്ത PCA മാമാര്, എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. താങ്ക് യു മാം, താങ്ക് യു. താങ്ക് യു സോ മച്ച് ജാസ്മിൻ മാം. നജീമ മാം പറയൂ. ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ് തസ്ലീന മാം. വെരി ഗുഡ് മോർണിംഗ്. ഇറങ്ങാനുള്ള തിരക്കായത് കൊണ്ടാണ് വീഡിയോ ഓൺ ചെയ്തില്ല. വളരെ സന്തോഷം. നല്ല ക്ലാസ് ആയിരുന്നു. ഓരോ ദിവസവും ക്ലാസ് കിട്ടുന്ന സമയത്ത് നമ്മുടെ എനർജി ഇൻക്രീസ് ചെയ്യാണ്. അൽഹംദുലില്ലാ. പിന്നെ അതുപോലെ ബേസിക് ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അഡ്വാൻസിന് വന്നതും. ഞാൻ പോലും അറിയാതെയാണ് അഡ്വാൻസ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. അൽഹംദുലില്ലാ. അതുപോലെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡ്വാൻസ് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. അപ്പൊ നമ്മള് വേറൊരു ലെവലിലായിട്ട് മാറും. ഇപ്പൊ എന്താ, നമുക്ക് നെഗറ്റീവ് ചിന്തകളൊന്നുമില്ല. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാനും എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് മെന്റാലിറ്റിയോട് കൂടി കൈകാര്യം ചെയ്യാനും പറ്റുന്നുണ്ട്. അതുപോലെ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് നജീമ ടീച്ചർ. ഒരുപാട് സന്തോഷം. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കോഴ്സിലൂടെ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പൊ ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോ ഇന്നത്തെ ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് സന്തോഷം, സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ നമ്മൾ മാക്സിമം, കാരണം നമുക്കറിയാം
ആർക്കൊക്കെയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിലൂടെ, എന്റെ എന്നല്ല, നമ്മുടെ ഈ മോർണിംഗിൽ നടക്കുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെ? നമുക്ക് മറ്റുള്ളവരുടെ വാക്കിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ, നമ്മള് കാരണം അതിനൊരു കാരണമാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു സർവീസിന്റെ ഭാഗമായിട്ട് മറ്റുള്ളവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോ നിങ്ങൾ ഇതുപോലെയുള്ള നമ്മുടെ ക്ലാസ്സുകൾ, ലിങ്ക്സുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും നല്ല വാക്കുകൾക്ക്, സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കാണ്. നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നത്, അല്ലേ? ഒരുപാട് സന്തോഷം നമ്മൾ നിങ്ങളുടെ മനസ്സിലാക്കാൻ. താങ്ക് യു സോ മച്ച്. Thank you, ma'am. 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 Thank you. Thank you, ma'am. Thank you so much. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.